ഒരുപാട് ജീവിതങ്ങൾ, പ്രത്യേകിച്ചും പലതരത്തിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ജോലി ചെയ്യുന്നവർ, പല പ്രതിസന്ധികളോട് പൊരുതുന്നവർ, അവരെയൊക്കെയാണ് നമ്മൾ ഇൻസ്പയറിംഗ് വുമൺ എന്ന് വിശേഷിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളിലേക്കാണ് നമ്മൾ പോകുന്നത്. സൂപ്പർ ബൈക്കുകൾ നന്നാക്കുന്ന ഒരു സൂപ്പർ പെൺകുട്ടിയുണ്ട് കൊല്ലം വടക്കേമുക്കിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന രേവതിയുടെ വിശേഷങ്ങളാണ് അടുത്തതായി പ്രേക്ഷകരിലേക്ക്. ഇരുചക്ര വാഹനങ്ങൾ നന്നാക്കുന്നത് പിതാവിൽ നിന്ന് പാരമ്പര്യമായി പകർന്നു കിട്ടിയ കഴിവാണ്. പെൺകുട്ടി ആയതുകൊണ്ട് ഈ പണി ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ രേവതി തയ്യാറായില്ല. ഈ വനിതാ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം വടക്കേമുക്കിലെ രേവതിയാണ്. 100cc ബൈക്ക് മുതൽ അങ്ങ് സൂപ്പർ ബൈക്ക് വരെ രേവതി ഏതും നന്നാക്കിയെടുക്കും. കുടുംബജീവിതവും ഈ വർക്ക്ഷോപ്പിലെ ജീവിതവും എങ്ങനെയാണ് രേവതി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എത്ര കാലമായിട്ട് ഈ ജോലി? ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയത് കൊറോണ ടൈമിലാണ്. ഇവിടുത്തെ സ്റ്റാഫുകൾ കുറഞ്ഞു. അതിന് മുന്നേ വീട്ടിൽ അച്ഛൻ കൊണ്ടുവരുമ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷം അതിനകത്തേ ആവത്തുള്ളൂ. ഇപ്പം കുഞ്ഞുനാൾ തൊട്ടേ ഇത് തന്നെ. ഇപ്പോൾ വീട്ടിലെൻ്റെ മുകളിലൊരാളുണ്ട്. അയാൾ ഇപ്പം ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഇരുന്ന് ഇളക്കുകയൊക്കെ ചെയ്യും. അച്ഛന് ചെറിയൊരു ആക്സിഡൻറ്റ് കാലിൽ പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വീട്ടിൽ കൊണ്ടിട്ട് വർക്കുകൾ ചെയ്യുമ്പം അയാൾ അച്ഛന് വീട്ടിൽ വർക്ക് ചെയ്യും. എനിക്ക് ഇപ്പോൾ 10 വയസ്സായി. എന്തിഷ്ടമാണോ ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വീട്ടുകാർ വിട്ടു. പിന്നെ മോളുടെ ഇഷ്ടം ഇതാണെന്നുണ്ടെങ്കിൽ മോളുടെ ഈ ഫീൽഡ് തന്നെ ഇറങ്ങും. ഭർത്താവ് സപ്പോർട്ട്? ഭർത്താവ് ഫുൾ സപ്പോർട്ടാണ്. ബുള്ളറ്റ് നന്നാക്കാൻ ഇഷ്ടമാണ്. ബുള്ളറ്റ് എക്സ്പേർട്ട് ആരാ? അങ്ങനെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ അപ്പം എന്നെ അന്ന് പിന്നെ ഇവരെല്ലാവരും കൂടെ എന്നെ ആക്കി വെച്ചേക്കാണ്. എനിക്കറിയത്തില്ല. എല്ലാവരും കൂടി ഇപ്പം ബുള്ളറ്റ് വരുവാണെങ്കിൽ ഇവരെല്ലാവരും പറയും ആ ചേച്ചിയുടെ വണ്ടി ഒന്ന് പൊക്ക ചേച്ചി പണിഞ്ഞോളാൻ പറയും. ബുള്ളറ്റ് ഒരു എക്സൽ വണ്ടി വന്നാലും അതുപോലെയാണ്. എക്സൽ എനിക്കുള്ളത്. എക്സൽ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സൽ എന്ന് പറയുമ്പോൾ നമ്മളെ TVSന്റെ ഇപ്പോഴത്തെ ലൂണ പോലത്തെ വണ്ടി. ചെറിയ വണ്ടിയും വലിയ വണ്ടിയും ചെറുതും വലുതും എനിക്ക്, ബാക്കി ഇടത്തരല്ല അവർക്ക്. അപ്പം നമുക്കിപ്പോൾ ആരും ചെയ്യാത്തൊരു ജോലി നമുക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മളെ കൊണ്ടിത് പറ്റുന്നല്ലോ. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചേക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ അടിച്ച് എല്ലാവരും പുറത്താക്കിയെന്ന്. അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ തന്നിട്ട് പോകുന്ന വണ്ടികൾ നമ്മൾ റെഡിയാക്കി വെക്കും. ചിലരിങ്ങനെ കൂടെ നിന്ന് അന്നേരം അച്ഛൻ പറയും അതിനെന്താ മരക്കാരും മണി മോള് നോക്കി റെഡിയാക്കാൻ പറയും. അങ്ങനെ റെഡിയാക്കി കൊടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റ് ആകുമ്പോൾ അവർക്കൊരു സമയം. അപ്പോൾ പിന്നെ വന്നിട്ട് അവർ ആ മോളെന്ത് ചെയ്യും, മോളെ വിളിച്ചാൽ മോള് റെഡിയാക്കി തരുമെന്ന് പറയും. ആദ്യമൊക്കെ തെറ്റില്ല. ഇവിടെ വന്ന് തന്നെ നമ്മളോട് നിന്ന് പണിഞ്ഞിട്ട് നമ്മൾ തന്നെ കുറ്റം പറയുന്നത്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആരെയും പേടിച്ച് ജീവിക്കേണ്ടത്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട എന്നാണ് രേവതി പറയുന്നത്. രേവതി ഏത് ബൈക്കും നന്നാക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം രേവതിക്കുണ്ട്. ഇഷ്ടപ്പെട്ട മേഖലയാണെങ്കിൽ അതിൽ ഒരു സന്തോഷമുണ്ട് ജോലി ചെയ്യുമ്പോൾ. വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.